ജീവിതം ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. 1 രൂപയെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് വേണം പ്രോഗ്രസ് കാർഡ് തുറക്കാനെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഒരുപാട് തിരിച്ചറിവുകൾ തന്ന മാസമായിരുന്നു കഴിഞ്ഞു പോയത്. പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. 2024 നവംബറിന് ശേഷവും മുൻപും ജീവിതത്തെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ചിന്തകൾക്കുള്ള വേഗത പലപ്പോഴും ശരീരത്തിന് കിട്ടില്ല. അതിന് പിടിവാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, കുറച്ചുകൂടെ ക്ഷമ വേണം. അതിനെയാണ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് നല്ല ആരോഗ്യ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഫൈനാൻസ് സ്കൂളിന്റെ ലോഞ്ചിങ് തന്നെയാണ്. 1 രൂപ പോലും കയ്യിലില്ലാതെയാണ് ഇതെല്ലാം തട്ടിക്കൂട്ടുന്നത്. ഇതുവരെ കാര്യങ്ങളൊക്കെ വലിയ തടസ്സമില്ലാതെ മുമ്പോട്ടേക്ക് പോയി. പക്ഷെ ഇനി വളരണമെങ്കിൽ കൃത്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ പമ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള വഴി കുറച്ച് പ്രശ്നത്തിലാണ്. ഫൈൻഡ് യുവർ വേ എന്നുള്ള പേരിലുള്ള എൻ്റെ കരിയർ കൺസൾട്ടിങ് സ്ഥാപനം ഇപ്പോൾ ഓഫ് സീസണാണ്. നമ്മൾ വെറുതെ ഒരുപാട് സമയം പണമോട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മൾട്ടി ടാസ്കിങ് അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പണമില്ലാതെ മൾട്ടി ടാസ്കിങ്ങിന് പോകുന്ന മണ്ടത്തരാണ്. എല്ലാ ആൺകുട്ടികളുടെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമാണ് പഴയ കാമുകിനെ വർഷങ്ങൾക്ക് ശേഷം കാണണം എന്നുള്ളത്. 1557 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പഴയ സഖിയെ കണ്ടു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അവൾക്ക് നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പിരിഞ്ഞു. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, എല്ലാം ആസ്വദിക്കണം.